ഹലോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓല സ്കൂട്ടർ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. ഓല X1X തേർഡ് ജനറേഷൻ. അതിൻ്റെ ഒരു ഡെലിവറി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ പ്ലസ് ഒരു റൈഡിങ് എക്സ്പീരിയൻസ്. സോ ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അതിന് മുന്നേ ബൈ ഫെയ്റ്റ് ഒരു കംപ്ലയിൻറ്റ് കിട്ടി ഫ്രണ്ട്സ്. സോ ആ കംപ്ലയിൻറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചായിരുന്നു ഈ കംപ്ലയിൻറ്റ് വീഡിയോ സെക്കൻഡായിട്ട് ചെയ്യണോ, അതോ നമ്മൾ മുന്നേ ആലോചിച്ച പോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടാൽ മതിയോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്താണെങ്കിലും കുറച്ച് കമൻറ്റ് കിട്ടിയേക്കുന്നത് ഈ ഓല X1X ഒക്കെ കുറച്ചധികം പേര് ആകാംക്ഷയോടെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ എനിക്ക് കിട്ടിയത്, അതായത് എൻ്റെ അനുഭവത്തിൽ ഈ വണ്ടിക്ക് വന്നൊരു കംപ്ലയിൻറ്റ്, അത് വലിയ കംപ്ലയിൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ എ പേഴ്സൺ. ഇത് കുറച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വൺസ് അഗെയിൻ ഈ വീഡിയോയിലേക്കും എൻ്റെ ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് എനിക്ക് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതായത് പാർക്ക് മോഡിൽ നിന്ന് മാറ്റി ബ്രേക്ക് പിടിച്ച് സ്റ്റാൻഡ് എടുത്ത് ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ മോഡിലോട്ട് വരും. നോർമൽ മോഡിൽ വന്നു കഴിഞ്ഞാൽ കൈ കൊടുത്താൽ വണ്ടി മൂവ് ആകണം. കാരണം നമുക്കിതിന് സൗണ്ടൊന്നുമില്ല, നമുക്കിത് അറിയാൻ പറ്റില്ല. നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് നോർമൽ ആയോ എന്ന്, നോർമൽ മോഡിലോട്ട് മാറിയെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ ഇത് മൂവ് ആകണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് മൂവ് ആകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. അതായത് വണ്ടി സ്റ്റാർട്ടായി നോർമൽ മോഡിലാണ്. നോർമൽ മോഡ് മീൻസ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, പക്ഷേ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്നില്ല. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫസ്റ്റ് കാണിച്ചത്. എനിക്ക് ഈ കംപ്ലയിൻറ്റ് ഫീലായി തുടങ്ങിയത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ കുറേ അധികം നേരം പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുമ്പോഴായിരുന്നു ആദ്യമൊക്കെ. അതായത് കുറേ അധികം നേരം വണ്ടി പാർക്കിലോ അല്ലെങ്കിൽ വണ്ടി ഓഫായിട്ട് നമ്മൾ വെച്ച് കുറേ അധികം നേരം കഴിഞ്ഞ് വന്ന് നമ്മൾ തിരിച്ചെടുക്കുമ്പം സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓണാക്കുമ്പം വണ്ടി മൂവ് ആകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണോ അതോ ഇത് നമ്മൾ എന്തെങ്കിലും മോഡ് മാറിയതാണോ, ആദ്യം നമുക്കിത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് നോർമലിലാണോ കിടക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരും. ഈ പറഞ്ഞ പോലെ ആദ്യം ഇത് ഇങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ ഇത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, നമ്മൾ കറക്റ്റായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ കീ ഓഫാക്കി ഓണാക്കുമ്പം ചില സമയത്ത് കിട്ടാറുണ്ട്, ചില സമയത്ത് മൂവ് ആകാറില്ല. അങ്ങനെ അപ്പോൾ എനിക്കിത് എന്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്, അപ്പം കുറച്ചായപ്പോൾ ഇതൊരു കംപ്ലയിൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്, ഇതിനുള്ള സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആണോ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ ഈ കംപ്ലയിൻറ്റ് എനിക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് എടുക്കുമ്പോൾ മാത്രമല്ല, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അനുഭവപ്പെടാൻ തുടങ്ങി. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥ വന്നിട്ട് അത് കഴിയുമ്പോഴാണ് അനുഭവപ്പെടുന്നത്. അതായത് അതിനകത്തൊരു ഡേഞ്ചറായിട്ടുള്ളൊരു വശം, ഇത് നമ്മളൊരു വണ്ടിയുടെ പുറകെ പോകുന്നു, നമ്മൾ ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് എതിരെ ഒരു വണ്ടി വരുവാണെങ്കിൽ നമ്മൾ ആ ഓവർടേക്ക് ചെയ്യാതെ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച വണ്ടിയുടെ പുറകിൽ നിൽക്കുമല്ലോ. അതായത് മറ്റേ വണ്ടി കടന്നു പോയി കിട്ടുകയല്ലേ നമുക്കിനി ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ ആക്സിലറേഷൻ വർക്കാവില്ല. അതായത് വണ്ടി റോഡിൽ നിന്ന് പോകുന്ന പോലെ ഒരു അവസ്ഥ വരും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്ക്രീൻ ഓഫായിട്ടില്ല, വേറെ മോഡൊന്നും മാറിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് ഇതൊരു കുറച്ച് ഡേഞ്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഓട്ടത്തിലും ഈ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. അത് എല്ലായ്പ്പോഴും വരുന്നില്ല. ഈ കംപ്ലയിൻറ്റ് വരുന്നപ്പോഴൊക്കെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സോ ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വണ്ടി കുറേ നേരം നിർത്തിയിട്ടിട്ട് എടുക്കുമ്പോഴായിരുന്നു ആദ്യം കംപ്ലയിൻറ്റ് വരുന്നത്. വണ്ടി കുറേ നേരം നിർത്തിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ വരുന്നതും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണിത് വണ്ടി നിർത്തുന്ന പോലെ ആകുമ്പോഴാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഒരു വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. പിന്നെ വണ്ടി മൂവ് ആകുന്നില്ല, എന്നാൽ സ്ക്രീനിൽ ഒന്നും മാറിയിട്ടില്ല, മോഡൊന്നും മാറിയിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ നിൽക്കുന്നു, പക്ഷേ വണ്ടി മൂവ് ആകുന്നില്ല. സോ അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു കാര്യമുണ്ട്. അതായത് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളുകളിൽ ഈ ബ്രേക്കും ആക്സിലറേഷനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ വർക്കാവില്ല. അതായത് മോട്ടറിലോട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോട്ടർ തിരിയാനുള്ള ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മോട്ടറിനൊരു സ്ട്രെസ് അനുഭവപ്പെട്ട് മോട്ടർ കംപ്ലയിൻ്റ് ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്രേക്കിൻ്റെ അവിടെ ഒരു സെൻസർ വെച്ചിട്ട് ബ്രേക്ക് അപ്ലൈ ആകുമ്പം ആക്സിലറേഷൻ വർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ആയിട്ട് നമ്മൾ തിരിച്ച് ബ്രേക്ക് റിലീസ് ആകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ ലിവറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ സെൻസറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടോ അത് തിരിച്ച് ആ സെൻസർ വർക്ക് ആകുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു കംപ്ലയിൻറ്റ്. അതല്ലാതെ എനിക്കൊരു ചെറിയ കംപ്ലയിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതിനൊരു പോർഷൻ കംപ്ലയിൻ്റ് ആയി പോയി.
അതായത് ഇൻഡിക്കേറ്റർ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫാകുന്ന ഒരു പ്രസ് ബട്ടൺ പോലെ ഒരു ബട്ടണാണ്. നിങ്ങൾക്കിപ്പം സൈഡിലൊരു പടം പോലെ കാണാൻ പറ്റും. അങ്ങനെ ആയിരുന്നു അത് ഇരുന്നത്. അത് ഡാമേജ് ആയിട്ട് ഇപ്പോൾ ഒരു മെറ്റൽ പീസ് ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ടത്. സോ ഈ 2 കംപ്ലൈൻ്റ് ആണ് എനിക്കിപ്പം ഈ വണ്ടി എടുത്ത് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ ഇപ്പം വന്നേക്കുന്നത്. സോ ഞാനിത് ഓലയിൽ ഷോറൂമിൽ വിളിച്ചിട്ടുണ്ട്. എനിക്ക് സർവീസ് അവർ ഷോറൂമിൽ വന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് എന്നാന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.